സഹൃദയരെ, ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭ്രാന്തന്മാരാണ്. കാഴ്ചയുടെ അന്തമില്ലാത്ത ധാരാളിത്തത്തിലേക്കും അതിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്കും നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു ജാലകം. സാന്ദ്ര, നീ ഒറ്റപ്പെട്ടവൾ. ഞാനും അതെ. നീ എന്തിനെന്നെ വിട്ടുപോയി? സാന്ദ്ര, 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 സാന്ദ്ര. ഓ, തുടങ്ങി അവന്റെ ഒരു സാന്ദ്ര. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രല്ലേ ഉള്ളൂ. അപ്പൊ രമേശാന്ന് നീട്ടി വിളിച്ചാ പോരെ? വിളിക്കാൻ പറ്റിയൊരു പേര് രമേശൻ. നീ എന്നെ സാന്ദ്ര കണ്ടിട്ടുണ്ടോടാ? അതിനാ ജാലകത്തിന്റെ അടുത്തേക്ക് നീ എന്നെ അടുപ്പിക്കുന്നില്ലല്ലോ. അവിടെയല്ലേ സാന്ദ്ര ഉള്ളത്? ജാലകം അതെന്റെയാണ്. അതിനു പുറത്തുള്ള കാഴ്ചകളും എന്റെ മാത്രമാണ്. നീ അടക്കാതെ നോക്കാനുള്ള ശ്രമമൊക്കെ നടത്താറുണ്ട്. ഞാനെങ്ങാനും കണ്ട അതോടെ തീരും നീ. നിനക്ക് ഭ്രാന്താടാ, ഭ്രാന്ത. നിനക്ക് ഭ്രാന്താണ്. നിനക്കാണ് ഭ്രാന്ത്. നിനക്കാണോ ഭ്രാന്ത്? മാറടാ ഭ്രാന്ത. നീയാണ് ഭ്രാന്തൻ. Stupid boys, what the hell are you doing here? സാറേ, ഇവൻ പറയാ എനിക്ക് ഭ്രാന്താണെന്ന്. അല്ല സാറേ, ഇവനാ പറഞ്ഞ എനിക്ക് ഭ്രാന്താണ്. അല്ല സാറേ, ഇവനാ പറഞ്ഞേ. ഇവനാ പറഞ്ഞേ. നിർത്താടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്തില്ല. ഭ്രാന്തൊക്കെ ഞങ്ങൾക്കല്ലേ, അല്ലേടാ? അതെ സാറേ. ഇത് ഭ്രാന്തൻ, ഇത് മുഴു ഭ്രാന്തൻ. നിനക്ക് ഭ്രാന്തില്ലേടാ? ഉണ്ട് സാറേ. നിനക്കോ? എനിക്ക് ഭ്രാന്ത സാറേ. അയ്യേ ഭ്രാന്തന്മാര്. ഞങ്ങളെ ഭ്രാന്ത് മാറ്റാന് ചെറിയൊരു പൊടിക്കൈ ചെയ്യട്ടെ. സൂചി അടിക്കരുത്, സൂചി എനിക്ക് പേടിയാ. വേണ്ട വേണ്ട സാറേ. എന്നെ അടിക്കരുത് സാറേ. എന്നെ സൂചി അടിച്ചോണ്ടല്ലോ. അടിക്ക് സാറേ, അവൻ അടിക്ക് സാറേ. അടിക്ക് സാറേ, അടിക്ക് സാറേ, അവൻ അടിക്ക് സാറേ. അവൻ അങ്ങനെ സൂചിക്കാൻ പറ്റൂല. അങ്ങനെ തന്നെ അടിക്ക്. Come on guys, നമുക്ക് നമ്മളെ ഭ്രാന്ത് മാറ്റാൻ അടുത്ത റൂമിലേക്ക് പോവാം. നിനക്ക് കാര്യായിട്ട് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ഞാനതൊന്ന് നോക്കിയാല്. എനിക്കല്ലടാ, നിനക്കാ കുഴപ്പം. 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 നിനക്കാണ് കുഴപ്പം. നിനക്കാണ് കുഴപ്പം. നിനക്കാണ് കുഴപ്പം. ഡാ, എന്തിനാടാ ഇങ്ങനെ അടികൂടുന്നേ? എടാ, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമുണ്ടോടാ? ഓ, അതാണോ കാര്യം? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്താണ്. നിങ്ങൾ അറിഞ്ഞോ, ആ നശിച്ച എലി ഇന്നലെ എന്റെ കുഞ്ഞനെ കൊണ്ടുപോയി. നീയും ആ എലിയും തമ്മിലുള്ള പ്രശ്നം ഇനിയും തീർന്നില്ലേ? ഒരു കുഞ്ഞിനല്ലേ ഉള്ളൂ അവൻ കൊണ്ടുപോയത്. നിനക്ക് ബാക്കി 3 എണ്ണല്ലേ? തൽക്കാലം നീ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാലും എന്റെ കുഞ്ഞനില്ലാതെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? ഡോക്ടർ, ഇത് കണ്ടോ? ആ നശിച്ച എലി ഇന്നലെ എന്റെ കുഞ്ഞനെ കൊണ്ടുപോയി. എവിടെ പോണ്? കാലം മുന്നതാ സാറേ. പക്ഷെ ആളെ എലി കടിച്ചെന്നാ പറയുന്നത്. ഓ, നാശം പിടിച്ച എലി. നമുക്ക് ആ എലിയെ റോക്കറ്റിൽ കയറ്റി ശൂന്യാകാശത്തേക്ക് വിടണം. ഇപ്പൊ തൽക്കാലം നമുക്ക് ആ മുറിയെന്ന് വെച്ച് കെട്ടാം. ഒരു കുഞ്ഞ് സൂചി അടിക്കാം. എന്നാലും എന്റെ കുഞ്ഞനില്ലാതെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? ഞാൻ നോക്കട്ടെ ഒരു പ്രാവശ്യം. ജാലകം നോക്കരുത് പറഞ്ഞിട്ടുള്ളേ. ഒരു വട്ടമെങ്കിലും സമയം. ഒരു വട്ടമല്ലേ മാറി. ബോയ്സ്, വാട്ട് ആർ യു ഡൂയിങ്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾക്ക് ഭ്രാന്തുണ്ടോന്നൊരു സംശയം. ഞാനൊന്ന് നോക്കട്ടെ. ആ, നോക്ക് സാറേ, ശരിക്കും നോക്ക്. നിനക്ക് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. തന്നെ നിന്നെ നോക്കട്ടെ. ആഹാ, നിനക്കൊരു പ്രശ്നമില്ലല്ലോ.
ഹായ്. ഇതൊക്കെ എന്ത് പ്രശ്നമാണോ? നിങ്ങൾക്ക് ഭൂമിയുടെ പ്രശ്നത്തെക്കുറിച്ച് അറിയോ? ഭൂമി ആകെ പ്രശ്നത്തിലാണ്. അതൊക്കെ ഓർത്ത് നോക്കുമ്പോൾ നമുക്കൊക്കെ വല്ല പ്രശ്നമുണ്ടോ? Since the Industrial Revolution, the global annual temperature has increased in the total by a little more than 1 degree Celsius. Between 1850, the year that accurate record keeping began, and 1980, it rose on average by 0.07 degrees Celsius every 10 years. Since 1981, however, the rate of increase has more than doubled. For the last 14 years, we have seen the global annual temperature rise by 0.2 degrees Celsius. മതി സാറേ, മതി. മനസ്സിലായോ ഭൂമിയുടെ പ്രശ്നം? മനസ്സിലായി സാറേ, നന്നായിട്ട് മനസ്സിലായി. ഭൂമിയെക്കാളും പ്രശ്നത്തിനാണ് സാറേ ഇവിടെ ഞങ്ങളൊക്കെ. സാറിന്റെ മഹനീയമായ സേവനം അപ്പുറത്തെ റൂമിൽ ആവശ്യമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? മേഘങ്ങൾ, വെള്ളിക്കെട്ട് പോലെ മേഘങ്ങൾ, നിറയെ പൂത്തു നിൽക്കുന്ന പൂന്തോട്ടം, അതിനിടയിലൂടെ ഒഴുകി ഒഴുകി വരുന്ന അരുവി, പാറിക്കളിക്കുന്ന പക്ഷികൾ, തേൻ കുടിക്കാനെത്തുന്ന പൂമ്പാറ്റകൾ. എന്ത് രസമുള്ള കാഴ്ച! ഈ കാഴ്ചകൾ അത്രയും എന്റെ സ്വന്തം ജാലകം, എന്റെ ജാലകം. ഒരു പ്രാവശ്യം കണ്ടോട്ടെ. ഓടോ. ഒരു പ്രാവശ്യം കണ്ടോട്ടെ. എന്തായാലും കാണണം. കാണട്ടെ. ഹായ് ഹായ്. ജാലകം ഇനി എനിക്ക് സ്വന്തം, എന്റെ സ്വന്തം ജാലകം. എവിടെ എവിടെ? ജാലകത്തിലെ കാഴ്ചകൾ എവിടെ? സാന്ദ്ര എവിടെ? വെള്ളിക്കെട്ട് പോലുള്ള മേഘങ്ങൾ എവിടെ? പൂന്തോട്ടവും പൂമ്പാറ്റയും കിളികളും ഒന്നുമില്ല. പറയടാ, എവിടെ? അവിടെ ഒരു സെമിത്തേരിയാണ്. കാട് പിടിച്ച ഒരു ശവപ്പറമ്പാണ്. എനിക്ക് കാഴ്ചകൾ വേണ്ട, എനിക്ക് കാഴ്ചകൾ വേണ്ട, എനിക്ക് കാഴ്ചകൾ വേണ്ട. സഹൃദയരെ, ജാലകം ഇവിടെ പൂർണ്ണമാകുന്നില്ല. നാം ഓരോരുത്തരുടെയും മനസ്സെന്ന ജാലകത്തിൽ കാഴ്ചകൾക്ക് നിറം നൽകേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. എല്ലാവരുടെയും മനസ്സുകളിൽ എല്ലായ്പ്പോഴും മഴവില്ലിന്റെ 7 നിറങ്ങളും വിരിയട്ടെ.